ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും കൃത്യം ഒരു മാസം മാത്രമാണ് കേരളത്തിന് മുന്നിലുള്ളത്. ഡിസംബർ 20 മുൻപ് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പുതിയ ഭരണസമിതികൾ നിലവിൽ വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ സമയത്തിനുള്ളിൽ വളരെ തിടുക്കത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, പ്രചാരണ പരിപാടികളിലേക്കാണ് എല്ലാ മുന്നണികൾക്കും കടക്കേണ്ടത്. അല്പം മുമ്പാണ് LDF തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും LDF കൺവീനർ TP രാമകൃഷ്ണനും പറഞ്ഞത്. അതോടൊപ്പം തന്നെ വളരെ നേരത്തെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ അടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെ വലിയ തരത്തിലുള്ള കലഹവും UDF മുന്നണിയിലും അതോടൊപ്പം NDA മുന്നണിയിലും രൂക്ഷമാണ്. നേരത്തെ തന്നെ ഈ SIR ഇതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ SIR നടപ്പാക്കുന്നത് അപ്രായോഗികമാണെന്ന്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് SIR നടപ്പിലാക്കുന്നത് അപ്രായോഗികമാണെന്ന് നേരത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ടറൽ ഓഫീസർ വിളിച്ച യോഗത്തിൽ പറയുകയും ചെയ്തു. എന്നാൽ ഇതിനിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കമ്മീഷണറുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ഇപ്പോൾ വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വരുമ്പോൾ എല്ലാ മുന്നണികൾക്കും ഒരുപക്ഷെ ചങ്കെടുപ്പുണ്ട്. ഓരോ മുന്നണികളും മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് എന്ത് എന്നുള്ള കാര്യം കേരളം കാത്തിരിക്കുകയാണ്. എന്താണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെക്കുറിച്ച് കൂട്ടിച്ചേർക്കാനുള്ള വിവരങ്ങൾ? തീർച്ചയായും സിജു, ഏതായാലും അല്പസമയത്തിനകം തന്നെ കൃത്യം 12 മണിക്ക് തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നതായിരിക്കും. ഇതിലായിരിക്കും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും ഇതിനകം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് സംസ്ഥാനം എത്തിക്കഴിഞ്ഞു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇതിനകം തന്നെ സജീവമായി കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എത്ര ഘട്ടമായിട്ടായിരിക്കും, എപ്പോഴായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തവണ, അതായത് കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത് 3 ഘട്ടമായിട്ടായിരുന്നു. ഇത്തവണ അത് 2 ഘട്ടമായിട്ടായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആലോചനയിലുള്ളത്. അത് ഏതൊക്കെ രീതിയിലായിരിക്കും, തെക്കൻ കേരളം വടക്കൻ കേരളം എന്ന രീതിയിലാണോ, അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചനാധികാരം ഉപയോഗിച്ചായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തുക. അത് ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രഖ്യാപനം മാത്രമാണ് കാത്തു നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് എപ്പോൾ നടക്കും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. നേരത്തെയൊക്കെ പുറത്തു വന്നതുപോലെ തന്നെ നവംബർ അവസാന വാരമോ അല്ലെങ്കിൽ ഡിസംബർ ആദ്യ വാരമോ ആയി തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഡിസംബർ ആദ്യവാരം തന്നെയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും അതിനുശേഷം ഡിസംബർ 20 പുതിയ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ ചുമതലയേൽക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുക. അതിൽ എടുത്തു പറയേണ്ടത് എത്ര പേരായിരിക്കും വോട്ടർ പട്ടികയിൽ, അന്തിമ വോട്ടർ പട്ടികയിൽ ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാകുന്നതായിരിക്കും. ഏത് രീതിയിലുള്ള ക്രമീകരണങ്ങൾ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് കമ്മീഷൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിനോടകം തന്നെ പക്ഷേ എല്ലാ മുന്നണികളും സർവ്വസജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതിൽ ഇടതുപക്ഷം LDF കൃത്യമായ രീതിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു എന്നുള്ളത് CPM ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ LDF കൺവീനർ അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം UDFിനെയും NDAയും അലട്ടുന്നത് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിൽ ഉള്ള അതൃപ്തിയും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും അവരെ അലട്ടുന്നുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട വലിയൊരു ആശങ്കയിലുമാണ് മുന്നണികൾ എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.